നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ മേഖലകൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ 2023 തുടങ്ങി വെച്ചതായുള്ള പല കാര്യങ്ങളായിരിക്കാം. അതിൻ്റെ ഒരു ഔന്നത്യത്തോടു കൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായിരിക്കാം. എന്നിരുന്നാൽ പോലും ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് മാത്രമേ ഏറ്റെടുക്കാവൂ. അല്ലാത്ത പക്ഷം എല്ലാം കൂടി ഏറ്റെടുത്താൽ സമയബന്ധിതമായിട്ടൊന്നും ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ ജൂൺ മാസത്തിന് ശേഷം സ്വല്പം കുറവായിരിക്കും എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വരികയും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുകയും ഒരു പക്ഷേ കൃഷി വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് നടത്തി വരുന്ന പല കാര്യങ്ങൾക്കും ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് കുറച്ചൊരു ശ്രദ്ധയും സൂക്ഷ്മതയും അല്ലാത്ത പക്ഷം ഒരു ധ്രുവീകരണം എന്ന സങ്കല്പവും വേണ്ടിവരും. അല്ലാത്ത പക്ഷം സ്വല്പം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പല പ്രകാരത്തിലും മറ്റൊരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല വ്യക്തികൾക്കും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേട്ടം ഉണ്ടാകുവാനായിട്ട് പ്രയത്നിക്കുകയും അവിടുത്തെ ചില ജോലിക്കാരുടെ പോരായ്മകൾ നികത്താനായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. രോഗശമനം വന്ന് വളരെ ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 7-8 മാസമായിട്ട്, അതായത് 2023 മെയ് ജൂൺ മാസം മുതൽ തന്നെ തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണ്, അല്ലെങ്കിൽ ഉദ്യോഗത്തിൻ്റെ അവസ്ഥകളാണ്, അല്ലെങ്കിൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികളാണെങ്കിലും കരാർ ജോലികളാണെങ്കിലൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ അവലംബിക്കുവാനും പ്രവർത്തന തലത്തിലെത്തിക്കുവാനും തന്മൂലം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനും യോഗമുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ജീവിത നിലവാരം വർദ്ധിക്കുകയും വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാനുള്ളൊരവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി നഷ്ടപ്പെടുവാനുള്ള അവസരത്തെ, അല്ലെങ്കിൽ കരാർ ജോലികളെ വീണ്ടെടുക്കുവാനുള്ളൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുക മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും ഉണ്ടാകും. ഒരു പക്ഷെ ചില രീതിയിൽ ദുഷ്കീർത്തികൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒരു പക്ഷേ കുടുംബ പാരമ്പര്യത്തോടുകൂടി ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു പുനർജീവനോടുകൂടി അവസരങ്ങൾ വന്നു ചേരുവാനും ആവശ്യക്കാരും അന്വേഷകരും വന്നു ചേരുവാനും ആ ഒരു രീതിയിൽ, ആ ഒരു മേഖലയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും ഉള്ളൊരു അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കർമ്മ പദ്ധതികളിലും ഉപരിപഠനത്തിലാണെങ്കിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യങ്ങളിലും ഏറ്റെടുക്കുവാനിട വരും. ഒരു പക്ഷേ ഉടമസ്ഥർക്കോ മേലുദ്യോഗസ്ഥർക്കോ സംശയം തോന്നുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും ആത്മവിശ്വാസവും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവും ഭാവിയിലേക്ക് ഈ മനസ്സിലുദ്ദേശിക്കുന്ന പദ്ധതികൾ സർവസ്വീകാര്യത വരും എന്ന ദീർഘവീക്ഷണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ ആവാമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല പ്രകാരത്തിലും ഔഷധ രീതികൾ അവലംബിക്കുവാനിട വരുമെങ്കിൽ പോലും ഉത്തേജന മരുന്നുകൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം
പ്രകൃതി ജീവനൌഷധ രീതികൾ അവലംബിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സ്വന്തം കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ വേണ്ട സമയത്ത് വേണ്ട പോലെ വേണ്ട വിധത്തിൽ അനുവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഇതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പോലും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം ഒരുപക്ഷെ തീർത്തും അവിചാരിതമായിട്ടാണെങ്കിൽ പോലും ആത്മാഭിമാനത്തിനും സൽകീർത്തിക്കും യോഗം കാണുന്നതുമുണ്ട്. വേദിയിൽ വെച്ച് ആശംസാ പ്രസംഗങ്ങൾ കേൾക്കുവാനും മറ്റുള്ളവരെ ആശംസിക്കാനും അവസരം വന്നു ചേരും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം വന്നു ചേരുവാനിടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ 2-3 ചർച്ചകളിൽ യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും പ്രത്യേകിച്ച് പണം മുതൽ മുടക്കില്ലാതെ ഭരണ സംവിധാനത്തിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ സംവിധാനത്തെ സ്വീകരിക്കാനും തന്മൂലം ഒരുപക്ഷെ ഈ നിശ്ചിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ശ്രദ്ധക്കുറവ് കൊണ്ടും പരിശീലനക്കുറവ് കൊണ്ടും പരാജയം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട വരും. പലപ്പോഴും പല കാര്യങ്ങളും പലരും പറയുമെങ്കിൽ പോലും ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് തോന്നലുകളെല്ലാം ഒഴിവാക്കി ഇങ്ങനെയുള്ളൊരു മിഥ്യാധാരണകളെ ഒഴിവാക്കി യാഥാർത്ഥ്യമത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആഗ്രഹങ്ങൾ വേണം, എന്നാൽ അത്യാഗ്രഹങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇതിനു പുറമെ അച്ഛനമ്മമാരുടെ നിർദ്ദേശപ്രകാരം വിശ്വാസമൊക്കെ നല്ല തന്നെയാണ്. വിശ്വാസത്തിനോടൊപ്പം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ. ഈ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ ചില അന്ധവിശ്വാസങ്ങളെല്ലാം ഒഴിവാക്കി ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാവരിലും ഒരേപോലെ നന്മ കണ്ടെത്തുവാനും ഇതുകൊണ്ട് തന്നെ പലവിധത്തിലുള്ള മിഥ്യാധാരണകളും ഒഴിവാക്കി ക്രിയാത്മകമായി ജീവിതം നയിക്കാനൊരു അവസരം ഉണ്ടാകുന്നത് വഴി വ്യക്തിപരമായിട്ടും നന്ന്, കുടുംബത്തിലേക്കും നന്ന്, ഒരു പക്ഷേ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ചിലർക്ക് ഇതൊരു മാതൃകാപരമായി തീരുവാനും ഇടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. അഹംഭാവം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ അധിക ചെലവ് അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. അർഹമായുള്ള പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഗർഭിണികൾക്ക് ഈ ഒരു വർഷം മെയ് മാസം മുതൽ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. ഒരുപക്ഷെ ജോലി സ്ഥലത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നും അനുമതി തേടി ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുക, ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് വഴി ജോലി നഷ്ടപ്പെടാതെ തന്നെ ജോലി അനുവർത്തിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതുമാണ്. പല കാര്യങ്ങളിലും നിഷ്കർഷക്കുറവുണ്ടോ എന്ന തോന്നൽ ഉണ്ടാകുകയും ആ കാര്യങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ചില ഇനങ്ങൾക്ക് സ്വല്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും മാതാപിതാക്കളെ അന്യനാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവസരമുണ്ടാകുന്നത് വഴി അവിടെ നടക്കുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ ആസ്വദിക്കാനും പങ്കെടുക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്.
ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ എല്ലാം പരിഗണിക്കുവാനും സ്വീകരിക്കുവാനും ഉള്ള സ്വയമേവ തയ്യാറെടുപ്പ് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തെയും കുടുംബജീവിതത്തെ നയിക്കാൻ അവസരം വന്നു ചേരുവാനും ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു 2024 ആണ്ടിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.